സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നെക്ക് മാർക്ക് ചെയ്ത് ഒരു 4 ഇഞ്ച് നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. 1.25 ഇഞ്ച് വൈഡ് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1.25 ഇഞ്ച് വൈഡ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ 12 ഒരു ഭാഗമാണ് നമുക്ക് നെക്ക് വൈഡ് വരിക. ചെസ്റ്റ് റൗണ്ടിൻ്റെ 12 ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ 25 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട് വന്നത്. അപ്പോൾ അതിൻ്റെ 12 ഒരു ഭാഗം 2 ഇഞ്ച് വരും. അപ്പോൾ നമുക്കതിൻ്റെ 1/4 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ജസ്റ്റ് നമുക്കൊരു കർവ് വരച്ച് നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് പീസും നല്ല ഭാഗം കൂടെ വെച്ച് നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. എപ്പോഴും പെന്നുകൊണ്ട് മാർക്ക് ചെയ്യരുത്. അപ്പോൾ പിന്നെ അത് നമുക്ക് പോവാൻ കുറച്ച് പാടാവും. നമ്മൾ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യാൻ നോക്കാം. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ പെന്നുകൊണ്ട് മാർക്ക് ചെയ്തത്. നമുക്കിതിങ്ങനെ 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ രണ്ടും ഇങ്ങനെ ഒരുമിച്ച് വെച്ച് 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഭാഗം ലൈനിങ്ങിൽ പതിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഒരു 1/4 ഇഞ്ച് വീതിയിൽ പതുക്കെ നെക്ക് തയ്ക്കുമ്പോൾ എപ്പോഴും പതുക്കെ തയ്ക്കണം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് തട്ടാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കാനേ. ഇനി നമുക്കിതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഈ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് ഈ സ്റ്റിച്ച് ചെയ്ത ഈ ഭാഗം ഉണ്ടല്ലോ, ഈ നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു 1/4 ഇഞ്ച് ഭാഗം, ഇത് ലൈനിങ്ങിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ താഴത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ ലൈനിങ്ങിൽ പതിച്ച് വെച്ചിട്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ ഈ തുഞ്ചത്ത് കൂടെ തയ്ക്കണം. അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ വേണം തയ്ക്കാൻ. അത് നമുക്ക് ആ സ്റ്റിച്ച് കുറച്ചും കൂടെ ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ നെക്കിന് സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ച് കുറച്ചും കൂടെ ഉറപ്പ് കിട്ടും നമ്മളിങ്ങനെ തയ്ക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് തയ്ച്ചു. ഇനി നമുക്ക് ഈ ലൈനിങ്ങിൽ കൂടി ഒരു പതിച്ചടി കൊടുക്കാം. ലൈനിങ്ങും നല്ല ഭാഗം കൂടെ നല്ല ക്ലോത്തും ലൈനിങ് ക്ലോത്തും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ജോയിൻ്റ് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് വിരിച്ച് കൊടുത്തിട്ട് വേണം പതിച്ചടി കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ലൈനിങ് ക്ലോത്ത് നല്ല ക്ലോത്തും കറക്റ്റായിട്ട് വരില്ല കേട്ടോ. എപ്പോഴും തയ്ക്കുന്ന സമയത്ത് പതുക്കേനെ തയ്ക്കാൻ നോക്കാം. ബിഗിനേഴ്സൊക്കെ പതുക്കേനെ തയ്ച്ച് പഠിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൃത്തിയിൽ തയ്ക്കാൻ പറ്റില്ല കേട്ടോ.
ഇനി ഈ ലൈനിങ് ക്ലോത്തൊക്കെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്ക് തയ്ക്കാം. അപ്പോൾ നമ്മളിനി ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് നെക്ക് അതേപോലെ തന്നെ നമ്മൾ 1.25 ഇഞ്ച് വൈഡും നമ്മളൊരു 3 ഇഞ്ച് ഇറക്കം കൂടെ കൊടുക്കാം. ഇനി നമുക്ക് നെക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് തയ്ച്ച പോലെ തന്നെയാണ് നമുക്ക് തയ്ക്കേണ്ടത്. രണ്ടും ഒരുമിച്ച് വെച്ച് നമുക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മളൊന്ന് സൈഡിലൂടെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ലൈനിങ്ങിൻ്റെ അടിയിലോട്ട് പതിച്ചടി കൊടുക്കും. ലൈനിങ്ങിൻ്റെ അടിയിലോട്ട് ഈ 4 ഇഞ്ച് വെട്ടിയത് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പതിച്ചടി കൊടുക്കാം. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിൽ കൂടെ തന്നെ സ്റ്റിച്ച് വരണം. പതുക്കെ സ്റ്റിച്ച് ചെയ്താൽ മതി. നമ്മൾ സ്റ്റിച്ച് ചെയ്തു. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇനി ഫ്രണ്ട് ഭാഗം എടുത്തു. ഇപ്പോൾ അത് ബാക്ക് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്കതിൻ്റെ മുകളിൽ ഫ്രണ്ട് ഭാഗം വെച്ചെടുക്കാം. ഇങ്ങനെ ഫ്രണ്ട് ഭാഗം മുകളിൽ വെച്ചെടുത്തു. ഇങ്ങനെ കമിഴ്ത്തി വെച്ചെടുക്കണം. അതായത് ഈ ഭാഗം ബാക്ക് ഭാഗത്തിൻ്റെ പീസ് ഇവിടെ നല്ല ഭാഗമാണെങ്കിൽ ഫ്രണ്ട് ഭാഗത്തിൻ്റെ പീസ് നല്ല ഭാഗം ഇങ്ങനെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്ക് ഭാഗത്തിൻ്റെ ലൈനിങ് ഇങ്ങനെ വിരിച്ച് വയ്ക്കുക. ബാക്ക് ഭാഗത്തിൻ്റെ ലൈനിങ് വിരിച്ച് വെച്ചിട്ട് ഈ ഫ്രണ്ട് ഭാഗത്തിൻ്റെ പീസ് ഈ ജോയിൻറ്റിനോട് ചേർത്തി വെക്കുക. കണ്ടില്ല, ഈ പീസ് ഈ ജോയിൻറ്റിനോട് ചേർത്തി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ബാക്ക് ഭാഗത്തിൻ്റെ പീസ് ഇങ്ങനെ മറിച്ച് അതിൻ്റെ മുകളിലോട്ട് കവർ ചെയ്ത് ഇങ്ങനെ തയ്ക്കുക. ഇനി ഈ ഭാഗം അതേപോലെ തന്നെ ബാക്ക് ഭാഗത്തിൻ്റെ ലൈനിങ് വിരിച്ച് വെച്ച് ഫ്രണ്ട് പീസ് ബാക്ക് പീസിൻ്റെ തയ്യലിനോട് ചേർത്തി വയ്ക്കുക. നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത തയ്യലിനോട് ചേർത്തി വെച്ച് കറക്റ്റ് ആ ജോയിൻറ്റിൻ്റെ അവിടെ ഈ ജോയിൻറ്റും കൂടെ ചേർത്തി തയ്ച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ലൈനിങ് ക്ലോത്ത് അതിൻ്റെ മുകളിലൂടെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നിവർത്തി വയ്ക്കാം. അപ്പോൾ കണ്ടില്ല, നമ്മൾ നിവർത്തി വെച്ചു. ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഭാഗത്തേക്ക് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ബാക്ക് നെക്കിൻ്റെ ഈ കഴുത്തിൻ്റെ ഇതിൽ കൂടെ 4 ഇഞ്ച് അകലത്തിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്.
കൊടുത്തു. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തിനോട് ചേർത്തി ഈ വേസ്റ്റ് ക്ലോത്തൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് സൈഡ് രണ്ടും ജോയിൻ്റ് കൊടുക്കാം. നമ്മൾ 1 ഇഞ്ചാണ് വിട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് വിട്ടിട്ടുള്ളത് 1 ഇഞ്ചാണ് അല്ലേ. അപ്പോൾ നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ 1 ഇഞ്ചും ഇവിടെ 1 ഇഞ്ചും അതേപോലെ ഇപ്പുറത്ത് 1 ഇഞ്ചും ഇവിടെ 1 ഇഞ്ചും. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എല്ലാം ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യൽ പിരിവിന് പോരാൻ സാധിക്കും. അപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കൊക്കെ തയ്ച്ചു കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത സ്കേർട്ടിൻ്റെ ഭാഗം അതിൽ വെച്ച് തയ്ക്കാം. നമുക്കിവിടെ ഒരു ജോയിൻറ്റ് കൊടുക്കാനുണ്ടല്ലോ. നമ്മളിവിടെ നേരത്തെ കട്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു താഴ്ഭാഗത്തൊരു ജോയിൻറ്റ് വന്നിട്ടുണ്ട്, അത് നമുക്ക് കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സ്കേർട്ട് ഭാഗം ജോയിൻ ചെയ്തിട്ട് താഴെ ഭാഗം ജോയിൻറ്റ് കൊടുക്കാം. നമ്മൾ സ്കേർട്ട് ഭാഗം ജോയിൻറ്റ് കൊടുക്കാം. അപ്പോൾ അതാദ്യം ഉൾവശത്തോട്ട് മറിച്ചിടാം. ജസ്റ്റ് ഇവിടെ ഒരു മാർക്ക് കൊടുക്കാം. ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അകലം വരും. ജസ്റ്റ് നമ്മുടെ സൈഡ് ഭാഗം രണ്ടും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. സൈഡ് രണ്ടും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ നമ്മുടെ യോക്ക് പോർഷൻ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വയ്ക്കാം. വെച്ചിട്ട് നമ്മുടെ ഈ സൈഡും ജോയിൻ ചെയ്ത ഭാഗം നമ്മളിവിടെ മാർക്ക് ചെയ്ത ഭാഗത്തോട് ചേർത്തി വയ്ക്കാം. ചേർത്തി വെച്ചിട്ട് നമുക്കൊന്ന് അകലം നോക്കാം. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതാദ്യം നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കണം കേട്ടോ. ഈ 2 പോർഷനും ഇങ്ങനെ വെച്ച് നോക്കണം. നമുക്ക് അകലം കുറവുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഈ സ്കേർട്ട് ഭാഗം കുറച്ച് നമുക്ക് കുറവ് തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ 3.98 ഉള്ളത് 3.5 നമ്മൾ കട്ട് ചെയ്തത് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് കുറവായിട്ടുണ്ട് ഇവിടെ. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ തയ്ക്കുന്ന സമയത്ത് വലിഞ്ഞ് കറക്റ്റ് ആയിക്കോളും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 3.98 തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം അകലം കൂടും. പിന്നെ നമുക്ക് അത് ചുരുക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനത്തെ ഫുൾ അമ്പർല ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ പോർഷനിലുള്ള നമ്മൾ യോക്ക് ഭാഗത്തിൻ്റെ 1 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത ഭാഗം ആ തുണി ഇങ്ങനെ തയ്യൽ തുമ്പ് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത ഈ ഭാഗവും കറക്റ്റായിട്ട് നിൽക്കുന്ന വിധത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്ലോത്ത് വലിച്ചു പിടിക്കാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. നമ്മളെപ്പോഴും സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ കുറച്ച് കട്ട് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് തുണി വലിഞ്ഞ് സ്കേർട്ടിൻ്റെ പോർഷൻ നമുക്ക് വീതി കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നമ്മളിവിടെ കുറച്ച് തന്നെയാണ് കട്ട് ചെയ്തത്, പക്ഷേ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ കുറച്ച് കട്ട് ചെയ്യുക. ഒരു 1/2 ഇഞ്ചെങ്കിലും കുറച്ച് കട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സ്കേർട്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, കണ്ടില്ലേ. ഇനി നമുക്ക് നമ്മൾ യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തു, താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ ജോയിൻറ്റ് വന്നിട്ടുണ്ട്, ആ ഭാഗം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അത് കണ്ടില്ലേ, ഇവിടെ ഇങ്ങനെ നമുക്ക് ജോയിൻറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് 2 ഭാഗത്തും ജോയിൻറ്റ് വന്നിട്ടുണ്ടല്ലേ. നമുക്ക് ക്ലോത്ത് കുറവായതുകൊണ്ടാണ് ഈ 2 ഭാഗത്തും നമുക്ക് ജോയിൻറ്റ് വന്നത്. അപ്പോൾ നമുക്ക് ഈ താഴെ ഭാഗത്തെ ജോയിൻറ്റ് നമ്മൾ ജോയിൻറ്റ് ചെയ്യാം. ഇതിൻ്റെ മുമ്പത്തെ കട്ടിങ് വീഡിയോ നോക്കിയാൽ മതി, സംശയമുള്ളവർക്ക് ഇവിടെ എങ്ങനെയാണ് കട്ടിങ് ഇങ്ങനെ വന്നത് എന്ന് മനസ്സിലാവും. നമ്മൾ കട്ട് ചെയ്ത ഈ ക്ലോത്ത് എടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് ജോയിൻറ്റ് കൊടുക്കാം. എപ്പോഴും തയ്ക്കുന്ന സമയത്ത് തുണി വലിച്ചു പിടിക്കാതെ തയ്ക്കണം. നമ്മൾ ക്ലോത്ത് ഇങ്ങനെ വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചെറുതായിട്ടും വരും. അതുകൊണ്ട് എപ്പോഴും സ്മൂത്തായിട്ട് ക്ലോത്ത് വെച്ചിട്ട് വേണം തയ്ക്കാൻ. ഇപ്പോൾ നമ്മളിവിടെ തയ്ച്ചു അല്ലേ. ഇപ്പോൾ അതായത് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിങ്ങനെ തിരിച്ചിട്ട് ഈ തയ്ച്ച ഈ പോർഷൻ്റെ മുകളിലൂടെ നമ്മൾ തയ്യൽ തുമ്പിൻ്റെ മുകളിൽ കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഈ ചെറിയ ക്ലോത്ത് ഇങ്ങനെ താഴത്തേക്ക് തൂങ്ങിയിട്ടുള്ളതൊക്കെ നമുക്കൊന്ന് കറക്റ്റായിട്ട് വെച്ചിരുന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ല, നമുക്ക് ആ റൗണ്ട് കറക്റ്റായിട്ട് വന്നു. ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് കൂടെ കട്ടിങ് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതും കൂടെ ഒന്ന് അതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു ചുരിദാറിൻ്റെ ഒരു ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കട്ട് ചെയ്തതാണ്. ഇങ്ങനെ വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ആ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ പതുക്കെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലൂടെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. തയ്ക്കുന്ന സമയത്ത് 2 കൈയും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വിരിച്ച് വെച്ചിട്ട് വേണം നമ്മൾ പതിച്ച് കൊടുക്കാൻ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടിഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അല്ലേ.
അടിഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ അംബർല പോർഷൻ്റെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് വേറൊരു പ്രഷർ ഫൂട്ട് ഉണ്ട് കേട്ടോ. ഞാനത് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഈ പ്രഷർ ഫൂട്ട് വെച്ചിട്ടാണ് നമ്മൾ അംബർല സ്കേർട്ടിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്യുക. ഈ പ്രഷർ ഫൂട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ പ്രഷർ ഫൂട്ട് വെച്ച് പിന്നെ വേറൊരു പ്രശ്നമുണ്ട്, നമുക്ക് ഇങ്ങനത്തെ വർക്കൊക്കെ വരുന്ന ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഏതായാലും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കുക. ഇങ്ങനെ മടക്കി കൊടുത്ത് കണ്ടില്ലേ, നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ സ്റ്റിച്ച് വരുന്നത് ചെറുതായിട്ട് നമുക്ക് മടക്കി സ്റ്റിച്ച് വരും. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിയ ഈസിയൊന്നും അല്ല. എന്താണെന്ന് വെച്ചാൽ ഇത് കട്ടിയുള്ള ഭാഗം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ നമ്മളൊന്ന് വലിച്ചിങ്ങനെ കൊടുക്കണം കേട്ടോ, എന്നിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഈ കട്ടിയുള്ള ഭാഗം വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതിങ്ങനെ ഒരു മടക്കിയിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വൃത്തിയിൽ വരും. ഇങ്ങനെ നമ്മൾ മടക്കി ഇങ്ങനെ ഒരു മടക്ക് ഇങ്ങനെ മടക്കിയിട്ട് വേണം നമ്മൾ അതിനുള്ള കൂടെ ഇങ്ങനെ തുണി കൊടുക്കാൻ. അപ്പോഴാണ് നമുക്ക് അത്രയും വൃത്തിയിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു സ്ലീവ്, ഇപ്പോൾ ഉള്ള തുണിയിലൊരു സ്ലീവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ക്ലോത്ത് ചെറിയൊരു ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് സ്ലീവിനുള്ള അംബ്രല്ല സ്ലീവ് വെക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അംബ്രല്ല സ്ലീവിനുള്ള ക്ലോത്ത് നമുക്ക് കിട്ടാനില്ല. അപ്പം നമ്മൾ ആ തുണിക്ക് ഉള്ള തുണി വെച്ചിട്ട് നമ്മളൊരു സ്ലീവ് കട്ട് ചെയ്യാൻ കേട്ടോ. നമ്മൾ അംബ്രല്ല സ്ലീവാണ് ഇതിന് വെക്കണം എന്ന് വിചാരിച്ചത്. അപ്പോൾ അംബ്രല്ല സ്ലീവിനുള്ള ക്ലോത്ത് ഇതിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണ ഒരു പഫ് സ്ലീവാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് പഫ് സ്ലീവിന് സാധാ സ്ലീവ് നോർമൽ സ്ലീവിൽ നിന്ന് 3 ഇഞ്ച് നമ്മൾ അകലം എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് അകലം എടുത്തിട്ടാണ് നമ്മൾ പഫ് സ്ലീവ് വെക്കുന്നത്. കുറച്ച് ഹൈറ്റ് വെച്ചിട്ടുള്ളൂ. ലെങ്ത്ത് 2 ഇഞ്ച് അധികം എടുത്തിട്ടുള്ളൂ. നമുക്ക് അധികം ലെങ്ത്ത് കിട്ടിയിട്ടില്ല. പിന്നെ വിഡ്ത്ത് നമുക്ക് 3 ഇഞ്ച് 3.5 ഇഞ്ച് വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊരു പഫ് സ്ലീവ് തയ്ക്കാം. നമുക്ക് ഒരു ബോർഡർ പീസ് എടുത്ത് നമുക്ക് ആ ക്ലോത്തിൽ നിന്ന് ഒരു ബോർഡർ പീസ് എടുത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ബോർഡർ പീസ് എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകലം എടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ റൗണ്ട് വന്നിട്ട് നമുക്ക് 10 ഇഞ്ച് മതി. നമ്മൾ 10 ഇഞ്ച് അകലെടുത്തു. 10 ഇഞ്ച് അകലെടുത്തിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇതിൻ്റെ സെൻറ്റർ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യണം. ആദ്യം ഈ പടി വെക്കുന്നതിൻ്റെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ സ്ലീവിൻ്റെയും സെൻറ്റർ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ സ്ലീവിൻ്റെ സെൻറ്റർ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഈ പടീൻ്റെ സെൻറ്റർ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇങ്ങനെ ആദ്യം ഈ ഭാഗത്ത് നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാം. പടിയുടെ നല്ല ഭാഗം മുകളിലോട്ട് വരണം.
ഈ സ്ലീവിൻ്റെ ചീത്ത ഭാഗം ഇങ്ങനെ, അതായത് സ്ലീവിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ മുകളിലോട്ട് വരണം, പാടിയുടെ നല്ല ഭാഗം ഇങ്ങനെ മുകളിലോട്ട് വരണം. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത ഈ ഭാഗം ഉണ്ടല്ലോ, ഈ മാർക്ക് ചെയ്ത ഭാഗം ഈ സ്ലീവിൻ്റെ മാർക്ക് ചെയ്ത ഭാഗം ഒരുമിച്ച് വരുന്ന രീതിയിൽ, ഒരേ ഇതിൽ വരുന്ന രീതിയിൽ നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. നമുക്ക് ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഒരു പ്ലേറ്റിൻ്റെ മുകളിലായിട്ട് ഒരു പ്ലേറ്റ് ഇങ്ങനെ ചെറുതായിട്ട് വെച്ചെടുക്കാം. ആ മാർക്ക് ചെയ്ത ഭാഗം എത്തുന്ന വരെ നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗം പകുതി വരെ നമ്മൾ പ്ലേറ്റ് ഇട്ട് കൊടുത്തു. ഇനി അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഈ പ്ലേറ്റ് നമുക്ക് തിരിച്ച് അങ്ങോട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അതിൻ്റെ മുകളിൽ ഒന്നായിട്ട് നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. ആ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് ഒരുപാട് പ്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് പഫ് ഒന്നുകൂടെ അധികം കിട്ടും അവിടെ. ഇങ്ങനെ തയ്ച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലൂടെ നമുക്ക് പതിച്ചടി കൊടുക്കാം. നമ്മൾ പതിച്ചടി കൊടുത്തു. ഇനി നമുക്ക് സ്ലീവ് ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കാം. ഒരു അരയിഞ്ച് മടക്കി ഇനി ഒരു അരയിഞ്ചും കൂടെ നമുക്ക് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഒരു അര ഇഞ്ചിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ യോക്കിന്, ഈ സ്ലീവിന് നമ്മൾ ജോയിന്റ് കൊടുത്ത ഈ ഭാഗവും യോക്കിന് ജോയിന്റ് കൊടുത്ത കൈക്കുഴിൻ്റെ ഭാഗം രണ്ടും ഒരുമിച്ച് വെക്കാം. ഒരുമിച്ച് വെച്ചിട്ട് നമുക്കതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. സ്ലീവും യോക്ക് ഭാഗവും നമുക്ക് ജോയിന്റ് കൊടുക്കണം. ജോയിന്റ് കൊടുക്കുന്ന സമയത്ത് ഈ സെൻറ്റർ ഭാഗം വരുമ്പോൾ ഈ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മൾ ഈ സ്ലീവിൻ്റെ ഈ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ഭാഗം രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് അവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ക്ലോത്ത് എടുത്ത് ഇനി ഈ ഭാഗം ഇതിൻ്റെ ഈ നമ്മളെ സ്ലീവ് ജോയിൻ ചെയ്ത ഈ ഭാഗത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും എടുത്തിട്ട് നമുക്ക് തിരിച്ച് ഷോൾഡറിലോട്ട് തിരിച്ച് തയ്ക്കാം. നമ്മളിപ്പോൾ അവിടെ സെൻറ്റർ ഭാഗം നിർത്തിയിട്ട് അടുത്ത് വീണ്ടും ആദ്യം ജോയിൻ ചെയ്ത ആ ഭാഗത്തു നിന്ന് തന്നെയാണ് നമ്മൾ വരുന്നത്. വന്ന് നമ്മൾ വീണ്ടും ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് അവിടെ നല്ലോണം വൃത്തിയിൽ കിട്ടും. ഇങ്ങനെ നമുക്ക് പ്ലീറ്റ് ഇടുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് വരും. നമുക്ക് ഒന്നുകൂടെ തയ്ച്ചു കൊടുക്കാം. അപ്പം നമ്മൾ സ്ലീവ് തയ്ച്ചു കഴിഞ്ഞു. ഇപ്പം കണ്ടില്ല നമ്മൾ പഫ് സ്ലീവ് നമ്മുടെ പഫ് സ്ലീവ് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്ലീവും കൂടെ ജോയിൻ്റ് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും പഫ് സ്ലീവ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ കാണിക്കാം. ഇത് നമ്മൾ ഉള്ള ക്ലോത്ത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു പഫ് സ്ലീവ് വെച്ചതാണ്. നമ്മളതിൻ്റെ ശരിക്കുള്ള മെഷർമെൻറ്റും ഒന്നും കാൽക്കുലേഷനൊന്നും എടുക്കാണ്ടാണ് നമ്മൾ സാധാരണ ഒരു നോർമൽ സ്ലീവിൽ നമുക്ക് കുറച്ചും കൂടെ തുണി എടുത്തിട്ട് നമ്മൾ പഫ് സ്ലീവ് തയ്ച്ചു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് പഫ് സ്ലീവ് കറക്റ്റായിട്ടുള്ള പഫ് സ്ലീവ് എങ്ങനെ വെക്കുക എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഫുൾ അംബ്രല്ല ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ്.